മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി. കാപ്പിരി കേരളത്തിന്റെ സാംസ്കാരിക തലത്തിൽ വ്യത്യസ്തമായ അർത്ഥം നേടുന്ന രണ്ട് പദങ്ങളാണ് കാഫിർ എന്നതും കാപ്പിരി എന്നതും. വൈദേശിക വാണിജ്യ ബന്ധത്തിന്റെ ഭാഗമായി മലയാളത്തിലേക്ക് കടന്നു വന്നതാണ് ഇരു പദങ്ങളും. വാണിജ്യഭാഷ എന്ന നിലയിൽ പ്രചാരം നേടിയ അറബിയിലൂടെയാണ് ആദ്യകാലങ്ങളിൽ കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാർ ആശയവിനിമയം നടത്തിപ്പോന്നതത്രേ. അവിശ്വാസികൾ, പുറജാതിക്കാർ എന്നർത്ഥമുള്ള കഫറ എന്ന അറബി വാക്കിൽ നിന്നാണ് മലയാളത്തിൽ കാഫിർ എന്ന പ്രയോഗം രൂപം കൊള്ളുന്നത്. കാഫിർ എന്നതിൻ്റെ തദ്ഭവ രൂപമായി കാവ്യർ എന്നും പ്രയോഗിച്ചു പോന്നിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഉദയംപേരൂർ സൂനഹദോസിന്റെ കാനോനകളിൽ കാവ്യർ കടുത്ത ഹൃദയങ്ങൾ എന്ന പരാമർശം കാണാനാകും. ചരിത്രഘട്ടത്തിൽ അപരനെ അടയാളപ്പെടുത്തുന്നതിനായി കേരളത്തിലെ പോർച്ചുഗീസ് അധിനിവേശ കാലയളവിൽ ഈ പദം വ്യാപകമായി ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. ബഷീറിന്റെ "എൻ്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടാർന്നു" എന്ന നോവലിൽ സാരി ധരിച്ച സ്ത്രീകളെ കാണുമ്പോൾ തനിക്കും അതുപോലുള്ള വസ്ത്രം ധരിക്കണം എന്ന് വാശി പിടിക്കുന്ന കുഞ്ഞുപാത്തുമായെ ഉമ്മ വിലക്കുന്നത് അത് കാഫ്രിച്ചുകളുടെ വേഷവിധാനമാണ് എന്ന് പരാമർശിച്ചുകൊണ്ടാണ്. മടിയൻ, മടിച്ചി എന്നതുപോലെ തന്നെ കാഫിർ, കാഫ്രിച്ചി എന്ന പ്രയോഗവും മലയാളത്തിൽ ചിരപ്രചാരം നേടിയിരുന്നു. പോർച്ചുഗീസുകാരുടെ കേരളത്തിലേക്കുള്ള കടൽ യാത്രയിൽ കപ്പലിന്റെ തണ്ടുവലിക്കാനും പണിയെടുക്കാനുമായി ആഫ്രിക്കൻ വംശജരെയാണ് കൂടുതലായും ഉപയോഗിച്ചിരുന്നത്. കേരളത്തിലേക്ക് വന്ന ആഫ്രിക്കൻ ജനതയ്ക്ക് പോർച്ചുഗീസ്, അറബി ഭാഷാ സ്വാധീനത്തിന്റെ ഭാഗമായി കാപ്പിരി എന്ന വിശേഷണം മലയാളികൾ നൽകുകയുണ്ടായത്രേ. ആഫ്രിക്കൻ യാത്രാ വിവരണത്തിന് എസ്.കെ. പൊറ്റക്കാട് നൽകിയ തലക്കെട്ട് കാപ്പിരികളുടെ നാട്ടിൽ എന്നാണ്. കൊച്ചി പ്രദേശത്ത് കാപ്പിരി മുത്തപ്പൻ എന്ന മിത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഡച്ചുകാരാൽ പരാജയപ്പെട്ട് കേരളത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്ന പോർച്ചുഗീസുകാർ വിലപിടിപ്പുള്ള വസ്തുക്കൾ പലയിടത്തായി കുഴിച്ചിട്ടിരുന്നു. നിധിശേഖരങ്ങൾ സുരക്ഷിതമായി സംരക്ഷിക്കപ്പെടും എന്ന മിഥ്യാധാരണയാൽ നിസ്വരും പതിതരുമായ പോർച്ചുഗീസ് കപ്പൽ പണിക്കാരെ കെണിയിൽ അകപ്പെടുത്തി മണ്ണിലടക്കി എന്ന് കരുതുന്നു. മൺമറഞ്ഞ മനുഷ്യർ മുത്തപ്പന്മാരായി പുനർജനി നേടുകയും പല അത്ഭുത പ്രവൃത്തികളും നടത്തുന്നതിനുള്ള സിദ്ധി ആർജിക്കുകയും ചെയ്തു എന്നതാണ് കാപ്പിരി മുത്തപ്പൻ എന്ന മിത്തിനു പിന്നിൽ. ഫോർട്ട് കൊച്ചിക്കടുത്ത് കാപ്പിരി തുരുത്ത് ഉണ്ടായിരുന്നുവത്രേ. യാഥാർത്ഥ്യവും സങ്കല്പവും ഇടകലർന്ന കാപ്പിരി മിത്ത് ഇന്നും കൊച്ചിയുടെ വിവിധ പ്രദേശങ്ങളിൽ സജീവമാണ്. P.F. മാത്യൂസിന്റെ അടിയാള പ്രേതം എന്ന നോവൽ കാപ്പിരി മിത്തിനെ ആധാരമാക്കി രചിച്ചതാണ്. കേരളത്തിൽ പ്രചാരം നേടിയ ഒരിനം കാന്താരി മുളകിനെ കാപ്പിരി മുളക് എന്ന് വിളിക്കാറുണ്ട്. ആദ്യകാല വിദേശ ബന്ധങ്ങളുടെയും സമുദ്രവ്യാപാരത്തിന്റെയും അടയാളങ്ങളാണ് ഇത്തരം പദപ്രയോഗങ്ങളും സസ്യവർഗങ്ങളും ചേർത്തുവെക്കുന്നത്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും